ഗായ്സ്, അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ബസ് സിമുലേറ്റർ കളിക്കുമ്പം ഞാൻ കുറച്ച് അപ്ഗ്രേഡ്സൊക്കെ മോഡിഫിക്കേഷൻസിൽ ഒക്കെ ചേർക്കാറുണ്ടായിന്. അപ്പം കുറച്ചൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ വര, ഈ ജൈഗുണിൻ്റെ താഴെയുള്ള വര, പിന്നെ ഈ ബാക്കിലെ ഈ എല്ലാം ഈ ലൈറ്റും മറ്റെല്ലാം ഞാൻ ഇപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്തതാണ്. അപ്പം നമുക്ക് ഇപ്പം കരിയർ മോഡ് തന്നെ കളിക്കണം. കുറച്ച് നമ്മൾ നല്ല പൈസ എല്ലാം ഫ്രീ മോഡ് കളിക്കും. ഇപ്പം നമുക്ക് ഇത് തൊട്ട് ഇതുവരെ കളിക്കാം പറ്റില്ല. അത് 18 റുപ്പീസ് കിട്ടും. ഇങ്ങോട്ട് വീഡിയോ എത്ര 34 വല്ലത്തിന് കണക്കാനുള്ളത് ഞാൻ ചെയ്യുമ്പോൾ നല്ല പൈസയും കിട്ടും, കുറച്ചിലും വളം തിരുവാണെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. അല്ല, നേരെയുള്ള റോഡാണെങ്കിൽ ഭയങ്കര സിമ്പിളായിരിക്കും. കുറച്ച് സമയമൊക്കെ എടുക്കും ഗൈസ്. പിന്നെ പരസ്യം വരുമ്പോൾ മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ. പരസ്യം കണ്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇത് വേഗം ആവുന്നില്ലല്ലോ. സ്റ്റാർട്ടിങ് ആയി. ഓക്കെ, സ്ഥലത്തിയിട്ടുണ്ട്. പാസഞ്ചേഴ്സ് അവിടെ ഉണ്ട്, അവിടെ കൂട്ടിയിട്ട് പോവാം. കൂട്ടാണ്ട് പോയാൽ നമുക്കൊന്നും കിട്ടൂല. സ്കിപ്പ് ചെയ്ത് ഇവർ കയറാൻ ഒരു അരമണിക്കൂർ കയറും. ഓക്കെ, ഡ്രൈവ് ടു ബാംഗ്ലൂര്. ബാംഗ്ലൂർ എന്തൊരു റിയൽ ലൈഫിലൊക്കെ ബാംഗ്ലൂരായിട്ടായിരിക്കും. ഇൻഡിക്കേറ്റർ ഡിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് ഇതാ നല്ലത്. ഞാൻ ലൈറ്റ് ഇട്ടിച്ചില്ല, എല്ലാ ലൈറ്റും ഉണക്കിയിട്ടു. ഞാൻ വെറുതെ മേടിച്ചിട്ട് പൈസ കളിയാൻ എല്ലാം ഉണക്കിയിട്ടു. ഞാൻ പാസഞ്ചേഴ്സിനെ മാക്സിമം ഹാപ്പി ആക്കും. ഞാൻ മാക്സിമം ഹാപ്പി ആക്കും. ഞാൻ എല്ലാവരെയും ഇങ്ങനെ ഓടിക്കുന്ന സ്പീഡ് അറിയുന്നില്ല, പക്ഷേ വളം വരുമ്പോൾ നല്ലോണം അറിയുന്നുണ്ട്. വളക്കുമ്പോൾ വണ്ടി ചെരിഞ്ഞ് അപ്പുറത്ത് വളപ്പിൽ പോകുന്ന പോലിട്ട്. ഓ, പ്രോ ഡ്രൈവർ ആയി കുറച്ചല്ലോ. ഈ ക്യാമറേൻ്റെ ഒരു കുഴപ്പം അല്ല, ഈ പേഴ്സൻ്റെ ഒരു ഇത് കാണൂല്ല മുമ്പിൽ. ഇതിട്ടാലും മുമ്പിൽ കാണും, പക്ഷെ ബാക്ക് കാണില്ല. മറ്റേ ഇട്ടാൽ ബാക്ക് കാണും, പക്ഷെ മുമ്പ് കാണില്ല. എന്തേലും ഒരു ഇതുണ്ട്. മറ്റേ ലാസ്റ്റത്തെ ഫോർത്ത് മോഡ് ഇട്ടാൽ പണിയാവും ഭയങ്കര. പിന്നെ ഒന്നും മനസ്സിലാവില്ല, അടിയും കൊണ്ട് പോയി ഇടിക്കും, അല്ലെങ്കിൽ തന്നെ മര്യാദ കളിക്കാനില്ല. പിന്നെ ഈ സമയത്ത് നമ്മൾ റൂൾസ് ഒന്നും പാലിക്കാനൊന്നുമില്ല. വേഗം എത്രയും വേഗം തീർക്കുക. എന്നിട്ട് പൈസ ആക്കിയിട്ട് കുറേ മോഡിഫിക്കേഷൻസ് ഫുള്ളാക്കിയിട്ട് നമ്മൾ പിന്നെ ശരിക്കും അങ്ങോട്ട് വലിയ മാപ്പൊക്കെ എടുത്തു. അയ്യോ, ഇങ്ങോട്ടല്ല തിരിച്ച് ഇങ്ങോട്ട്. ഭാഗ്യം ഫ്രീ കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങെത്തണ്ടേ. ഞാൻ പെട്ടെന്ന് നോക്കിയിട്ടത്. ഇത് അടിച്ചളിക്കാൻ നല്ല രസം, എന്നറിയില്ല. വെറുതെ ലൈറ്റ് ഇട്ട് വണ്ടീൻ്റെ ഫ്യൂവൽ അറിയണ്ട. അങ്ങനെ ആവുമോ അറിയില്ല. അതിൽ അത്യാവശ്യം ദൂരമൊന്നുമില്ല എന്ന് തോന്നുന്നു. ആകെ ഒരു ലോഡിങ് മാപ്പ് കണ്ടിട്ടു. അടിച്ചു പക്ഷെ ആകെ ഒന്നേ പോയിട്ടു. ഓക്കെ, അടുത്ത പരസ്യം ഞങ്ങളെ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ലോഡിങ്ങിൻ്റെ സ്ക്രീനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് എത്ര സമയം എടുക്കുമാവോ? ഇതും കൂടി സ്കിപ്പ് വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മതി. പിന്നെ ഈ വീട് ഭയങ്കര ഇതാകും. ചേർച്ച ചുമക്കുണ്ട് ഗൈസ്. ഓക്കെ, അന്നേരം നമ്മൾ
നെക്സ്റ്റ് സ്ഥലം ലോഡിംഗ് മാപ്പ് എനിക്ക് നെക്സ്റ്റ് സ്ഥലത്തിട്ടുണ്ട്. ഞാൻ അന്ന് ഡ്രൈവ് തിരിച്ച് വരുമായിരിക്കും. സാധാരണ ഡോർ ഓപ്പൺ. സാധാരണ എല്ലാത്തിലും അങ്ങനെ തന്നെ വരല്. അവിടെ തിരിച്ച് വരലുണ്ട്. ഞങ്ങൾ അത്യാവശ്യം ചിലയിൽ വരലില്ല. ഞാൻ കളിച്ചതിൽ കുറച്ചൊന്നും വരലില്ല. ഞാൻ ആ ട്രക്കിനെ വെട്ടിച്ചളഞ്ഞു. അല്ല, മുമ്പിൽ അതൊരു ബസ്സല്ലേ, അതിൻ്റെ ഇപ്പുറത്തൊരു ട്രക്കല്ലേ. ആ ട്രക്ക് എങ്ങാനും ഇപ്പം ഇങ്ങോട്ടെങ്ങാനും വന്നാൽ വരണം. ഞാൻ ചത്തുപോയി. ഈ വണ്ടിക്ക് നല്ല ഡ്യൂറബിലിറ്റി 1000+ ആയല്ലോ. 900 ആക്കി. ഇത് 2-3 ഇടി അടിച്ചു. ആകെ 97% പോയിട്ടില്ല ഡാമേജ്. അല്ല സോറി, ആകെ 3% പോയിട്ടില്ല. ട്രക്കിനെ വെട്ടിച്ചു. ഞാൻ ഇവനെ പിന്നെയും വെട്ടിച്ചു. ഭയങ്കര ലാഗ്. ഇതിൽ തന്നെ പോകാം. കുറച്ചോർക്കുക, അല്ലെങ്കിൽ ലാഗ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൽ പോകാം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വേഗം ചെയ്യണം. വെറുതെ ഇങ്ങനെ കണ്ടിരിക്കല്ല, വേഗം സബ്സ്ക്രൈബ് ചെയ്യും. അയ്യോ പോണ കിട്ടി കണ്ട്രോൾ കിട്ടി. അല്ലെങ്കിൽ ഞാനിപ്പോൾ കാട്ടിൽ പോയി ആ ജീപ്പാരനെ നെഞ്ചത്തേക്ക് ഇടിച്ച് കയറിയ. എങ്ങനെയും വേഗം ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ മതിയായിരുന്നു. എന്നാൽ കുറച്ച് സാധനം മേടിക്കണം, കുറച്ച് ജോബും കിട്ടണം. ഡ്രൈവിങ് സീനാണ് നാട്ടിൽ തോന്നി. ഭാഗ്യം മുട്ടിയില്ല. വേഗം പറയുമ്പോൾ വേഗം പോവാം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഫ്ലാറ്റാവും. ഇന്നത്തെ കഷ്ടം ഇത് ഓടിക്കലും ഭയങ്കര പണിയാണ്. ഈ ഇടുങ്ങിയ റോഡിൽ കുറച്ച് വലിയ റോഡാണെങ്കിൽ പിന്നെ ഹോൺ അടിച്ച് പറയില്ലെങ്കിൽ അവന്മാർ ഹോൺ അടിച്ച് ലെഫ്റ്റ് എടുക്കില്ലേ അവർ. അവിടെ നമുക്ക് ലെഫ്റ്റ് ഹോൺ മാറി വിരക്കുണ്ട്. ഒരു ഇൻഡിക്കേറ്റർ ഇട്ടില്ല. ഇല്ല അല്ലേ, ഇല്ല എനിക്ക് തോന്നിയത്. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അല്ല, അതിൻ്റെ പേര് ഞാൻ വന്നു വേണ്ട. ഇപ്പോൾ ക്രഷം അൾട്ടിമേറ്റ് ഡ്യൂറബിലിറ്റി ഗെയിം ആണെന്നൊരു തുള്ളി ഇറങ്ങിയിട്ട് ഇത്ര സ്പീഡ് വന്നിട്ട് അടിച്ചിട്ട് 28 ആളെ പെട്രോൾ കുറച്ചടിക്കണം. എവിടെയും പെട്രോൾ പമ്പ് ഉണ്ടാക്കട്ടെ. ഇത് പെട്രോൾ പമ്പ് പറ്റുണ്ടോ ഈ നേരിലൊക്കെ? എത്രയടി അത്രയും കിട്ടാത്ത ഇല്ല. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ മോനെ കുറേ ഉണ്ട് കേട്ടോ. വെറുതെ അല്ല അവർ ഇത്രയും ചെറിയ മാപ്പ് വന്ന് അത്രയും പൈസ വന്ന്. മോനെ വാതിൽ കുറേ പോകണ്ടല്ലോ, പറപ്പിച്ച് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യണം, ഇതിലേതേ ഒന്ന് ചെയ്യണം. പറപ്പിച്ചുകൂടെ ഈ വീഡിയോ തന്നെ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കും. പറ്റില്ലെങ്കിൽ അടുത്ത വീഡിയോയിലാവും.
എത്രയും വേഗം ഞാൻ പോയിന്ന്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എന്നാൽ നമുക്ക് സൂപ്പർ സൈന് പോലെ സ്ട്രെങ്ത്ത് കിട്ടെങ്കിലും. വേഗം ഈ ബസ്സിന് നല്ല സ്പീഡുണ്ട്, പക്ഷെ അത്രയും ഞാൻ കയറില്ല. കയറിയാൽ ഞാൻ എവിടെയെങ്കിലും എത്തും. ഇവിടെ റാമ്പല്ലേ വണ്ടി. ഓ എൻ്റെ റിസ്കി പ്രോ. ഞാൻ ഒരുവിധം ഒരു പ്രോ ആയി കഴിഞ്ഞു ഗൈസ്. ഇടയ്ക്ക് അടിക്കും, പക്ഷെ ഞാൻ ഇടയ്ക്ക് കൂടെ എടുക്കാനുള്ള ഒരു പ്രോ ആയി ഏകദേശം. ഇതിന് കുറേ പോകണ്ടാവില്ല. ഇനി ഇതിട്ട് പോവാം. പോയി. ഒന്നടിച്ചു, രണ്ടടിച്ചു, പരത്തിയിട്ടുണ്ട്. രണ്ടെണ്ണം ചത്തിട്ടുണ്ടാവും ഇപ്പോൾ. ലൈറ്റ് ഇടാം. ഹെഡ്ലൈറ്റ് ഇട്. നല്ല വൃത്തി കാണാൻ കഴിയും. പോണ അതെ മുട്ടി. ഹെൽത്ത് ഇപ്പം സൂപ്പർ സൈൻ മോഡ് പോയി തോന്നുന്നു. എല്ലാവരും സൂപ്പർ സൈൻ മോഡ് തിരിച്ചറിയണം. ഡ്യൂറബിലിറ്റി +++ വേണം. 100+++. സ്പീഡ് കുറയുന്നു. സ്പീഡ് കുറയുന്നു. വേഗം പോ. എന്തിനാ സ്പീഡ് പറയുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പെട്രോളോയേ അതാ പെട്രോൾ ഗ്യാസ് അറിവില്ല മൂഞ്ചി. പെട്രോൾ നിന്നാൽ ഇതാവും, കഷ്ടമാവും. ഇവിടെ അടുത്തൊന്നും പെട്രോൾ പമ്പൊന്നുമില്ല, നേരെയില്ല റോഡാ. ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കൈയ്യെടുക്കുന്നില്ല, അത് ഫീലാവുന്നു. പക്ഷെ ഇത്രയും 120 കയറ്റില്ലു. മഴയും ചാന്ത് ഇതിൻ്റെ ഇടയ്ക്ക് ടോളായിട്ടുണ്ടെങ്കിൽ മൂഞ്ചു. ഉണ്ടാകൂലെന്ന് വിചാരിക്കുന്നു. ടോളുണ്ടോ? ഇല്ല. ഓക്കെ, ഒരുത്താൻ തട്ടിയിട്ടിന് കുഴപ്പമില്ല. ആരും കണ്ടിട്ടില്ല. ഞാനേ കണ്ടുള്ളൂ. വേറെ ആരും കണ്ടില്ല. നിങ്ങളും വേറെ ആരും കണ്ടില്ല. ബസ്സിൻ്റെ മാക്സ് സ്പീഡ് 180 km/h ആണല്ലോ തോന്നുന്നു. ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത്. എൻ്റെ അമ്മ നല്ല സ്പീഡിലാണ് തോന്നുന്നു. കീക്കാന്ന് തോന്നുന്നു. ബ്രിഡ്ജ് കീക്ക. പിടിച്ചു. പിന്നെ കേട്ടോ കുഴപ്പമില്ല. മാറിപ്പോടെ. മാറി പോ. നമുക്ക് അങ്ങനെയുള്ള അടുത്താൽ മതി. ഞാനിനി ആക്സിലേറ്ററിൽ നിന്ന് കൈയ്യെടുക്കുന്നില്ല, അൺലെസ് ആരെങ്കിലും മുമ്പ് കയറി. അപ്പുറത്തെ കൂടെ പോയാലോ? പോയി. അല്ല, അപ്പുറത്തെ കൂടെ ആൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ കൂടെ പോകുന്നു. ഇതിലെ കൂടെ തന്നെയല്ലേ. ഈ സൈഡിൽ ഇങ്ങനത്തെ ഒരു ട്രക്കെല്ലാം നിർത്തി വെച്ചിനി. റിയൽ ലൈഫിലുണ്ടാകും, ഞാൻ കണ്ടിട്ടില്ല അധികം. അങ്ങനെ ലോറിയെല്ലാം മറ്റേ പണിയെടുക്കുന്ന സ്ഥലത്തെല്ലാം അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് വെറുതെ. പക്ഷെ ഇങ്ങനെ ബാരിയർ പോലത്തെ തന്നെ വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ടല്ലോ. ഇത് ലോങ് വീഡിയോ ആയിരിക്കും മിക്കവാറും. നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ടായി. ഫോണിട്ട് ചെല്ലണത്തിന് മാറി വെക്കാൻ പറയുന്നു. ഞാൻ കിങ്ങ
അതുകൊണ്ട് എല്ലാം മാറുന്നു. മുമ്പിൽ ഒരുത്തന്നെ നമ്മൾ മൾട്ടിപ്ലെയർ അങ്ങനെ കളിച്ചാലാണ് എൻ്റെ മേക്കിട്ട് കയറും. അവർക്ക് അവന്മാരുണ്ട് എനിക്ക് ഇങ്ങനെ പോലെ നേരത്തെ ഇല്ലേ അതിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ. പെട്രോൾ പമ്പുണ്ടായിന് ഞാൻ എടുത്തത്. ഈ മാപ്പിലൊക്കെ ഇപ്പോൾ തടി ഉണ്ടായിട്ടില്ല. അതൊക്കെ എണ്ണാത്തി അവിടെ ഒന്നുണ്ട്. ഇവിടെ വലിയൊരു ബ്ലോക്കായി പിന്നെ തോന്നുന്നു. ആ ബൈ. വലിയൊരു ബ്ലോക്കായിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് നൈസിൽ ഒരു ഇതെടുക്കണം. പെട്രോൾ ഒരു ഇതല്ല, പെട്രോൾ അടിക്കണം. റെസ്റ്റ് ഏരിയ ബെറ്റർ. മറ്റേ ഡ്രിഫ്റ്റ് അടിക്കാൻ ഇപ്പോൾ ഇവിടെ ഫുള്ള് പുകയ്ക്കാണ്. ഡ്രിഫ്റ്റ് അടിക്കാൻ നിന്നാൽ എല്ലാം മറിഞ്ഞിട്ട് പോകും. ആ ഇതേപോലെ എങ്ങനെ പെട്രോൾ അടിക്കാൻ കിട്ടിയാൽ മതി. അയ്യോ അങ്ങനെ എങ്ങനെയും കിട്ടിയില്ലേ? ആ കിട്ടി. മാക്സ് അടിച്ചു. ഞാൻ അത്ര ഒന്നും കൊടുക്കാൻ പോലും, ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ സ്കിപ്പ് ചെയ്യാം. ഓക്കെ പെട്രോൾ ഞാൻ പരസ്യം കണ്ടിച്ചു. ഇപ്പോൾ പെട്രോൾ അടിക്കുന്നു. സ്കിപ്പ് ചെയ്യാൻ നിന്ന് വേഗം പണി തീർക്കാൻ പോവായിരുന്നു. വേഗം അന്നൊക്കെ ഇവിടെ ഒരു അമ്മച്ചണല്ലോ എന്തോ പറയുന്നത്. ഇപ്പം ഒന്നും ഇല്ല തോന്നുന്നു. ഇത്ര നേരമായിട്ട് ഫുള്ളാകത്തില്ല. ഇപ്പം ഒരു തുള്ളി പോലെ ലിറ്റർ കയറിയിട്ട് അപ്പം പൈസ അത്ര ഓടുന്നില്ലോ. ഓക്കെ അടിച്ചു. 200 ലിറ്റർ. നമുക്ക് തിരിച്ചു. നമ്മൾ ഓഫ് ക്യാമറ ആയിട്ടായിരിക്കും മറ്റേ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുമ്പം അതൊക്കെ കാണിച്ചു തരും ഉറപ്പായിട്ടും. അതൊക്കെ കാണിച്ചു തരും. അയ്യോ റോങ് എടുത്തു. എന്തായാലും റോങ് തന്നെയാണ്. കുഴപ്പമില്ല. ബൈ. ഇല്ലേ കൂടെ നൈസിൽ കയറി പോകും. ആ ഇല്ലേ കൂടെ ആണല്ലേ. ഇല്ല ഇപ്പം അവിടുന്നൊരു കയറ്റമുണ്ട്. അതിൽ കയറ്റി പോവാം. ഒരു കയറ്റമുണ്ട്. ഇടല്ലേ അവിടെ തന്നെ. ഇവിടുന്ന് അപ്പുറത്തേക്ക് കയറി പോവാം. അതൊന്ന് റിപ്പയറാ. നമുക്ക് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ നിന്ന് റിപ്പയർ ചെയ്തോളാം. നമുക്ക് ഇതിൻ്റെ പാർട്ട്സൊന്നും വേണ്ട. നമ്മളെ ഗാരേജിൽ പോയിട്ട് റിപ്പയർ ചെയ്തോളാം. നമുക്ക് ഒറ്റയ്ക്ക് റിപ്പയർ ചെയ്യാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് റിപ്പയർ ചെയ്യുന്നതിന് എന്തൊരു പൈസ കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പം നമ്മളെ ഗാരേജിലേക്ക് ആരെങ്കിലും നമുക്ക് ആക്കാമെന്ന് അറിയില്ലായിരിക്കും. വേറെ ആരെങ്കിലും വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും നമുക്കൊരു പൈസ കൊടുക്കണം. അയ്യോ ഈ മാപ്പ് കുറേ ഉണ്ടല്ലോ. ഇതിവിടെ ഇങ്ങനെ പോയിക്കോളും. ഇത് പോയിക്കോട്ടെ. ഞാൻ നൈസിലി ഒന്നായിട്ട് മാറ്റിക്കോട്ടെ. എന്നിട്ട് ഇട്ടെടുക്കും. ഇന്നത്രയല്ലേ. ഓക്കെ ബസ് ഇത്രയല്ലേ. ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞു. ഓക്കെ ഇനി തിരിച്ചു കൊണ്ടെങ്കിൽ മൂഞ്ചു എന്തായാലും. ഇതേ ചളിപ്പാൻ അവയും പോയി തിരിച്ചു പോകണമെന്നിട്ട് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകുന്ന ഇവിടുന്ന് തുള്ളിഞ്ഞാൻ. ഭയങ്കര ദൂരമായിരുന്നു.
മാപ്പ് കാണിച്ച പോലെ തന്നെ ഭയങ്കര ദൂരമാണ് ഇത്. നല്ല ദൂരം. ഞാൻ കളിച്ചതിൽ ഏറ്റവും, അതായത് 2 സ്ഥലത്ത് കളിച്ചതിൽ ഏറ്റവും ദൂരം ഇതിനാണ്ട്. ഭയങ്കര പണിയാട്ടത്. അപ്പോൾ റിയൽ ബസ് ഓടിക്കുന്നവർക്ക് എന്ത് പണിയായിരിക്കും? ബസ് ഓടിക്കുന്നവർ അച്ഛന്മാരായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണേ, ഇങ്ങനെ ഇടിച്ചിട്ട്. എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. സൗണ്ട് എന്തെങ്കിലും റിട്ടേൺ പാസ് വെയിറ്റ്, ഇനി എത്ര പോകണ്ട്? ഹാൻഡ് ബ്രേക്ക്. ഇനി എത്ര പോകണ്ട്? ഇനി എത്ര പോകാനുണ്ട്? അത്രയില്ലോ, കുറച്ചില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇത്രയും വലിയ ബ്ലോക്ക് പിന്നെയും കണ്ടിച്ചു. അവിടെ ഇങ്ങനെ നോക്കി പോയാൽ എവിടെയും കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും നേരെ നോക്കി പോകുക. നിങ്ങൾ ബസ് ഇതേപോലെ ഏതെങ്കിലും വെള്ളത്തിലോ അല്ലെങ്കിൽ മരത്തിലോ കൂട്ടിയിടിക്കും, വളക്കം വെച്ച് പോകും. അതുകൊണ്ട് മര്യാദയ്ക്ക് കൊണ്ട് പിടിക്കും. ആ ബൈക്കാരനെ പോലെ ആവരുത്, എവിടെയെങ്കിലും കൊണ്ട് പോയി പിടിക്കും. ഇത് കുറേ ഉണ്ടാവാൻ ഇത് കുറേ ഉണ്ടാവില്ലായിരിക്കും. നൈറ്റായതുകൊണ്ട് മഴ പെയ്തുകൊണ്ട് ഞാൻ വൈപ്പർ ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ സ്പീഡ് കുറഞ്ഞു. ഞാൻ പറയില്ല, സ്പീഡ് കൊണ്ടിട്ടില്ല. ഇപ്പം അത്യാവശ്യം സ്പീഡ് പോകുന്നു. 120 പോകുന്നില്ല, 22 പോകുന്നു. ഇനി കുറേ ഉണ്ടാവും. ഈ വളവ് വരുമ്പോൾ ഇതാവുന്നു ഭയങ്കര സ്പീഡിൽ വരുമ്പം, വളവ് വരുമ്പോൾ ഭയങ്കര ഇതാവും, പ്രാന്താവും. അത്രയും സ്പീഡിൽ വന്ന് ഞാൻ നേരെ ഭയങ്കര സ്പീഡ് പറഞ്ഞിട്ട് പോകേണ്ടി വരും. ഇത് ഓഫാക്കി ഇരുന്നിരിക്കുന്നത് ഇവിടെ വേഗം പോയി നോക്കിയിരിക്കാണ്ട് ഓനടന്നോ നോക്കിയിരിക്കുന്നു. ഓഫ്, മാറിപ്പോട് സെറ്റ്. ഈ ഗെയിമിൽ കളിക്കുന്ന റിയൽ ലൈഫിൽ കളിക്കാൻ വന്നാൽ നല്ല പോലീസ് നെയിമെന്നോ അല്ലെങ്കിൽ MVD നെയിമെന്നോ കിട്ടും. പിന്നെ ആക്സിഡൻ്റായി നിങ്ങളും അടിയാവും. അതുകൊണ്ട് വേഗം നല്ല വൃത്തി കളിക്കുക. പാട്ടൊക്കെ അറിയാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അല്ല, ഞാൻ തന്നെ ചെയ്തത്. ഞാൻ ഒരു പാട്ടെടുത്തിട്ട് ഫോണാക്കിയിട്ട് പാട്ട് എടുത്തോണ്ട് പോയി. അയ്യോ, ഒരു സ്പീസ് ഇല്ല മുട്ടില്ല, പക്ഷേ ഇവിടെ മുട്ടും ഉറപ്പാണ്. ഞാൻ ഫോണിൻ്റെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഞാനവിടെ ഒരു പാട്ടെടുത്തിട്ടു. എന്നിട്ട് ഓടിക്കുമ്പോഴെല്ലാം അതിങ്ങനെ വെച്ചുകൊണ്ട് കേൾക്കും. പക്ഷേ വേറൊരുത്തൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹോണടിച്ച് എല്ലാം പോകും. പിന്നെ ആ പാട്ട് ഫുള്ള് ഒന്നും കൂടി ചെയ്യേണ്ടി വരും. ഭയങ്കര ലാഗല്ലോ. 15 FPS ആയതുകൊണ്ട് കുറേ കുട്ടികൾ പ്രോത്സാഹി. അയ്യോ, ഇവിടെയല്ലേ, സോറി. പാക്കട്ടോ ഈ പോലീസ് ഓൺ ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു.
റിവേഴ്സ് എടുത്തോ, ഡ്രൈവിലിട്ടോ, വിട്ടോ. അത്യാവശ്യം നല്ല വേഗത്തിൽ നിർത്തി. ഇനി ഈ പൈസ കൊണ്ട് എന്തെങ്കിലും മേടിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ. അത്യാവശ്യം കിടക്കാൻ പൈസ കിട്ടിയേ നമ്മൾ കുഞ്ഞു മാപ്സ് തന്നെ ട്രൈ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് റിച്ചായി എല്ലാ മോഡിഫിക്കേഷൻ എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ ടൂറ് വലിയ മാപ്പെല്ലാം ചെയ്യും. അയ്യോ, ഇത് 25 മിനിറ്റായി. ഞാൻ ആട്ടേക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ആണ്. അപ്പം മൂന്നാമത്തെ വീഡിയോ നാളെയോ മറ്റന്നാളോ ആയിട്ട് വരും. സ്കൂൾ തുറക്കാനായി, അന്നേരം കുറച്ച് വീഡിയോക്ക് ലേറ്റ് ആവും. ആർക്കൊന്നും തോന്നരുതേ. ബൈ.